ആരോ അങ്ങനത്തെ തല്ല് പ്രശ്നം എന്തൊക്കെ നമാസ് അള്ളാഹുവിന്റെ ഖുർആനിൽ സ്ത്രീ ജുമാക്കോ ജമാഅത്തിനോ വരണം എന്ന് പറയുന്ന ഒരായത്ത് ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല 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 സാധ്യമല്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും സാധ്യമല്ല, നടക്കില്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കയറിയാലും ഇന്നാലിന്നായത്തിൽ പെണ്ണുങ്ങളോട് ജുമാഅക്കും ജമാഅത്തിനും പോകാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഉദ്ധരണി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരുവാൻ കേരളത്തിലെ എല്ലാവിധ വിഭാഗം ജനങ്ങളോടും വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇന്നാലിന്നായത്തിൽ അള്ളാഹു നമുക്ക് തോന്നിയത് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഇന്നാലിന്ന ഒരു ആയത്തിൽ പെണ്ണ് ജുമാഅത്ത് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരായത്ത് ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കൊണ്ട് കടന്നാലും അത് സാധ്യമല്ല, നടക്കാത്ത കാര്യമാണ്. ഒട്ടകത്തിന്റെ തല, ഒന്നുകൂടി ഞാൻ പറയാണ്, ഒട്ടകത്തിന്റെ തല ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും പെണ്ണ് ജുമാഅത്ത് ജമാഅത്തിന് പങ്കെടുക്കണം, പള്ളിയിലെ പൊതു ജമാഅത്തുകൾക്ക് പെണ്ണ് പള്ളി പങ്കെടുക്കണം എന്നുള്ള ഒരു ഉദ്ധരണി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, അത് പുനഃപരിശോധിക്കാവുന്നതാണ്, അത് പരിശോധിക്കാവുന്നതാണ്. സത്യത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കും. അള്ളാഹു നമുക്ക് നാഫിയായ തരട്ടെ. പറയാ അയ്യുഹല്ലദീന ആമനു إذا نودي للصلاة من يوم الجمعة فسعوا إلى ذكر الله. يا أيها الذين آمنوا എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പെണ്ണില്ലേ, സപ്പോസ് പെണ്ണുന്ന് എടുക്ക പെണ്ണ് പെണ്ണ് എന്നാലോ എന്താർത്ഥം നസലത്തിൽ ഈജാബിൽ ജുമുഅ, ഈ ആയത്തിൽ നസലത്തിൽ ഈജാബിൽ ജുമുഅ, ജുമുഅ വാജിബാണ് എന്നതിന് ഇറങ്ങിയ ആയത്താ. അപ്പൊ എന്താ അർത്ഥം? പെണ്ണുങ്ങൾക്ക് ജുമുഅ വാജിബാണ്. ഒരായത്ത് ഒരാൾക്ക് വാജിബും മറ്റൊരാൾക്ക് സുന്നത്തുമാവില്ല. എനിക്ക് വാജിബ്, മൊയ്മുട്ടിയാൾക്ക് സുന്നത്ത്, അങ്ങനെ ഉണ്ടാവില്ല. ആട്ടിനെ പട്ടിയാക്കിയിട്ട് കാര്യമില്ല. ആണുങ്ങളുണ്ടെങ്കിൽ കോഴിക്കോട്ട് ആണുങ്ങളുണ്ട്, വളരെ വിനയത്തോടു കൂടി പറയാം. കോഴിക്കോട് ആണുങ്ങളുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. കോഴിക്കോട്ട് ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ, ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ. ഈ ആയത്തിന് ആണുണ്ടെങ്കിൽ മറുപടി പറയും. ഈ ആയത്തിന് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ വരി മറുപടി പറയും. ഈ ആയത്തിന് ഒരാണുണ്ടെങ്കിൽ പറയും വലൗ വഹ്ദി. ഈ ആയത്തിൽ പെണ്ണുങ്ങൾ പെടും എന്ന് വാദിക്കുന്നവർ ആട്ടിനെ പട്ടിയാക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ആണുങ്ങളുണ്ടെങ്കിൽ പറയും, ആണുണ്ടെങ്കിൽ വരും. വിശദീകരിക്കുന്നില്ല, ആവേശം കൂടാനില്ല, പക്ഷേ സത്യമാണ്. നസലത്തിൽ ഈജാബിൽ ജുമുഅ, ജുമുഅ വാജിബാണ് എന്നതിനാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് ജുമുഅ വാജിബാകേണ്ടി വരും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ ഇല്ലാ അലാ അർബഅത്തിൻ ഇംറഅത്തിൻ എന്ന ഹബീബായ മുഹമ്മദ് നബി മുസ്തഫായ നബി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മുസ്തഫായ നബി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാജിബില്ലാത്ത കൂട്ടത്തിൽ ഹബീബ് എണ്ണിയത് ആദ്യം ഇംറഅ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ വാക്കിന്റെ ശൈലി കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സത്യത്തോട് താദാത്മ്യം കൊണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, സത്യത്തോട് താദാത്മ്യം കൊണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ, വിശുദ്ധ ഖുർആൻ പള്ളിയെ പറ്റി പറഞ്ഞിടത്തൊക്കെ ആണുങ്ങൾ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാൽ. ഈ ആയത്തിന് ഒരു ഡസൻ തഫ്സീറെങ്കിലും ഞാൻ ഇവിടെ വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. അവിടെയൊക്കെ കാണുന്നു ഖുസ്സു ബിദ്ദിക്രി ലിഅന്ന നിസാഅ ലൈസ ലഹുന്ന ഹുദൂറുൽ ജുമുഅത്തി വൽ ജമാഅ. ജമാഅത്തിന് പള്ളിയിൽ വരുന്ന പെണ്ണിന്റെ ശൈലി അല്ലാത്തതുകൊണ്ടാണ് പള്ളിയെ പറഞ്ഞപ്പോൾ കാണെ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടി പറയുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ പഴയ കാലത്ത് നോക്കുന്നുങ്ങൾ കേരളത്തിൽ ആദ്യമായി ജുമുഅക്ക് പോയ പള്ളി 955 എടവണ്ണയിലെ ഒരായി പള്ളിയിലാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ആളുകൾ പറയുന്നു.
കേരളത്തിലെ ചരിത്ര ചിന്തകന്മാർ പറയുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു, കേരളത്തിൽ ആദ്യമായി സ്ത്രീ ജുമാക്ക് പോയ പള്ളി 950 കാലഘട്ടങ്ങളിൽ എടവണ്ണക്കടുത്ത വടായിലെ പള്ളിയാണ്. കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയതോ പക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി. സനത 50 ഹിജ്റ 5 ഉണ്ടാക്കിയത്. ഹിജ്റ 5 എന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഹബീബായ നബിക്ക് 58 വയസ്സാണ്. സ്വഹാബികൾ പള്ളി ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല. വേലായുധൻ പണിക്കശ്ശേരി, പ്രൊഫസർ എം അച്യുതൻ, വാബ് സാഹിബ്, ഡോക്ടർ സൈദുമ സാഹിബ്, ഡോക്ടർ സി കെ കരീം സാഹിബ്, ഇന്ത്യ കണ്ട പ്രതിഭാധനന്മാരായ എല്ലാ ചരിത്ര ചിന്തകന്മാരും, ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു ബത്തൂതയുടെ അൽ റിഹ്ല എവിടെ എടുത്ത് പരിശോധിച്ചു കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയത് അസ്ഹാബ് റസൂലുള്ളാഹി. എന്നെ പെണ്ണ് പള്ളിക്കോൻ തുടങ്ങിയത് 955 അടുത്ത കാലഘട്ടത്തിൽ. അപ്പോഴോ എന്തതിന് മനസ്സിലാക്കുന്നത്? മുൻഗാമികൾക്കൊന്നും തിരിയില്ല, നമ്മൾ കുറച്ചാളുകൾക്ക് തിരിയും. അല്ലാഹുമ്മ ഇതിനൊന്നും കൂടുതൽ ബുദ്ധിന്റെ ആവശ്യമില്ല. ഹബീബായ നബി ഞാൻ അവസാനിപ്പിക്കുക. ഹബീബായ നബി പറഞ്ഞു, സയതി അലന്നാസി സമാൻ, ഇനി മനുഷ്യർക്കൊരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. യഖറഊനൽ ഖുർആന വയതഅല്ലമൂനഹു ഫയഖൂലൂന ഖറഅനാ വഅലിംനാ മൻ ദല്ലദീ ഹുവ ഖൈറും മിന്നാ. ഇനിയൊരു കാലം മുസ്ലിമീങ്ങൾക്ക് വരും, അവര് അന്ന് ഖുർആൻ ഓതി പഠിക്കും, പഠിച്ചതുപോലെ വരുത്തും. എന്നിട്ട് പറയും, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെക്കാൾ യോഗ്യന്മാരാരാണ്, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സീഡ് ഉണ്ട്, 10,000 ഹദീസ്, 20,000 ഹദീസ്, അവർക്കൊന്നും മുൻഗാമികൾക്കറിയില്ല, ഞങ്ങളല്ലേ യോഗ്യന്മാർ. മൻ ഹുവ ഖൈറും മിന്നാ, ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ആരാണ് എന്നവർ ചോദിക്കും. അങ്ങനത്തെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. മുൻഗാമികളെ തള്ളിപ്പറയുന്ന പിൻഗാമികൾ ഇൽമിൽ അഭിമാനം പറയുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മനഹും യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവര്? കിട്ടിയാ എനിക്ക് അവരെ ശരിയാക്കുന്ന ആരാണ് അവര്? അപ്പോൾ പറഞ്ഞു, ഉലൈക മിൻകും ഫഹും വഖൂലു അഹ്ലിന്നാർ, അവർ നരകത്തിന്റെ വിറക് കൊള്ളിയാണ്, അവർ നിങ്ങളുടെ അവസാനം വരുന്നവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ പൂങ്കാവനമായിരുന്ന മലബാർ നശിപ്പിച്ച ഒരു രീതി അടുത്ത കാലഘട്ടത്തിൽ വളർന്നു വന്നത് വേദനാജനകമാണ്. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്ത് ഒരാൾ മരിച്ചാൽ മയ്യത്തിന്